ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിന് നേടെ കരിമീൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുരട്ടി വെച്ചിരിക്കുന്ന മസാല എന്നാക്കെന്ന് ചോദിച്ചാൽ ഫിഷ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ സാധാരണ മീൻ പുരട്ടുന്ന പോലെ തന്നെ നമ്മൾ പുരട്ടി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കരിമീൻ പൊള്ളിച്ചതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ മീൻ വെട്ടി റെഡിയാക്കിയിട്ട് ഈ മസാല എല്ലാം പുരട്ടി നമ്മൾ കുറച്ച് നേരം വെക്കണം. ഷാഡോ ഫ്രൈ ആണ് ആദ്യം ചെയ്തെടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഫ്രൈ മാത്രമേ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞ് നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതെല്ലാം ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാവേ. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കരിമീൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് നമ്മൾ കുറേ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഷാഡോ ഫ്രൈ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇല വാട്ടി അട്ടയിൽ വെച്ച് അതിന് മുമ്പ് നമുക്കൊരു ഗ്രേവി റെഡിയാക്കണം. അപ്പോൾ ആ ഗ്രേവി റെഡിയാക്കുന്നത് കാണിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇല വാട്ടി ആ ഗ്രേവിയും കൂട്ടി നമ്മൾ ഓരോ കരിമീനും ഓരോ ഇലയിൽ നമ്മൾ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കും. അപ്പോൾ ആ ഗ്രേവിയാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതേ ഉരുളി വെച്ചിട്ടുണ്ട്. ഇതേ ഉരുളി നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിതിന് യൂസ് ചെയ്യാം. നമ്മൾ കടുക് പൊട്ടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കടുക് നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഉലുവ കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഇഞ്ചി മതി കേട്ടോ. വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും കൂടെ നമ്മുടെ സവോള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. സവോളയൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് മുഴുവൻ വേണ്ട. ഇത് നമ്മൾ ഒരുപാട് സവോള എനിക്ക് തോന്നുന്നത് 2 കിലോ സവോള ഫുള്ള് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ആ മീൻ വറുത്തപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയൊക്കെ നന്നായിട്ട് സവോളയൊക്കെ ഒന്ന് വഴന്ന് വെച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിക്കായും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവേ.
പൊടികളൊക്കെ ആഡ് ചെയ്ത് ഞാൻ പോവാണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം ഇതേ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി അടുത്തതേ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ കാശ്മീരി ചില്ലിയും ഇപ്പം അല്ലാത്ത എരിവുള്ള മുളക് പൊടിയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി അഥവാ എരിവ് കുറച്ചാണെങ്കിൽ കാശ്മീരി മാത്രം ചേർത്താൽ മതി. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുറച്ച് പെരുംജീരകം പൊടിച്ചതും കൂടെ അതിനകത്തേക്ക് ചേർക്കുവാണേ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കൂടി നമുക്കിനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് കാഷ്നട്ട് അരച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ട് അരച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്നട്ട് അരച്ചതും കൂടെ ചേർക്കാം. ഇനി കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിത് മാറ്റി വെക്കും. ഇനി കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. കരിമീനെല്ലാം ദൈവം ഷാഡോ ഫ്രൈ ചെയ്തത് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇലയിൽ പൊതിഞ്ഞെടുക്കാം. ഇനി ഇത് വാഴയില നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ വാഴയില എങ്ങനെയാണ് പൊതിഞ്ഞെടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. വാഴനാര് തന്നെയാണ് ഇത് കെട്ടാൻ വേണ്ടി എടുത്തേക്കുന്ന വള്ളി. വാഴയില വെച്ചു. ഗ്രേവി ദേഹത്തിലോട്ട് ഇത് വെച്ചു. നമ്മൾ ഇനി ഇതിന് മുകളിലോട്ട് ഒരു കരിമീൻ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വയ്ക്കും. അതുപോലെ തന്നെ കുറച്ച് ഗ്രേവിയും കൂടെ നമ്മളിതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കും. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് തക്കാളി അരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ നമുക്കിനി അതിൻ്റെ മുകളിലോട്ടൊന്ന് ആഡ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ട് നമുക്ക് ഈ വാഴയിലയൊന്നും പൊതിയാം. നന്നായിട്ട് വാട്ടി വെച്ച ഇലയാണ്ട് അങ്ങനെ പൊട്ടിപ്പോകുമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് കെട്ടിയെടുക്കാം. ഇവിടെ പൊതിഞ്ഞ് നമ്മൾ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം നമ്മുടെ കരിമീൻ നമ്മൾ ഷാഡോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ഇതുപോലെ പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മളിത് എണ്ണയ്ക്കകത്തോട്ടിട്ടൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പോൾ കരിമീൻ എല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞത് അവസാനത്തെ കരിമീനാണ്. ഗ്രേവിയൊക്കെ കറക്റ്റായിരുന്നു. അത് നമ്മുടെ ചട്ടി കാലിയായി കേട്ടോ. ലാസ്റ്റ് ഈ ഒരു മീനോടുള്ള ഗ്രേവി ഉണ്ടാകുള്ളൂ. നമ്മുടെ കരിമീൻ മുഴുവൻ ഇവിടെ നമ്മുടെ ഇലക്കകത്ത് പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്നും കൂടെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാവും. ഇതേ കരിമീൻ എല്ലാം പൊതിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ടിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഈ പൊതിയോട് കൂടിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് തിരിച്ചിടുക. അങ്ങനെ 1 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയാവും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് റൊട്ടിയോ ചപ്പാത്തിയോ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ തിരിച്ചിടാൻ പോവാണ്.
അപ്പോൾ ഈ വാഴയിലോട് കൂടി എണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ ഒന്ന് പൊള്ളി വരുവാണ്. അപ്പോൾ നല്ല വാഴയിലയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതിപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാം നമുക്ക് വേഗം ഇങ്ങനെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഡിന്നർ റോളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ആയിട്ട് പോയി ഒരു പിടിപ്പീരം കൊണ്ട് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാവരുടെയും കൂടെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും പോരെ, നമുക്ക് ഒരുമിച്ച് പോയി എല്ലാം ഒന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ആയിട്ട് പോയി ഒരു പിടിപ്പീരം കൊണ്ട് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാവരുടെയും കൂടെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും പോരെ, നമുക്ക് ഒരുമിച്ച് പോയി എല്ലാം ഒന്ന് കഴിച്ചിട്ട് വരാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ.